കോഴിക്കോട് മലാപ്പറമ്പിലെ സെക്സ് റാക്കറ്റ് കേസിൽ ഒന്നാം പ്രതി ബിന്ദു സമാനമായ കേസിൽ മുൻപും അറസ്റ്റിലായിട്ടുണ്ടെന്ന് പോലീസ്. മെഡിക്കൽ കോളേജ് പരിസരത്ത് വാടക വീട് കേന്ദ്രീകരിച്ച് അനാശാസ്യ കേന്ദ്രം നടത്തിയതിലായിരുന്നു ഒടുവിലത്തെ അറസ്റ്റ്. ഇന്നലെ മലാപ്പറമ്പ് ഈയപ്പാടി റോഡിലെ അപ്പാർട്ട്മെന്റിൽ നടക്കാവ് പോലീസ് നടത്തിയ റെയ്ഡിലാണ് 6 സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന 9 അംഗ സംഘം അറസ്റ്റിലായത്. ഇവിടം കേന്ദ്രീകരിച്ച് സെക്സ് റാക്കറ്റ് പ്രവർത്തിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കേസിലെ ഒന്നാം പ്രതി ബിന്ദു മുൻപും സമാന കേസിൽ അറസ്റ്റിലായിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. 2022 മെഡിക്കൽ കോളേജ് പരിസരത്ത് വാടക വീട് കേന്ദ്രീകരിച്ച് അനാശാസ്യ കേന്ദ്രം നടത്തിയതിനാണ് ഒടുവിൽ അറസ്റ്റിലായത്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കും. കേസിൽ 9 പേരിൽ 8 പേർക്ക് ജാമ്യം ലഭിച്ചു. ഒരാൾ റിമാൻഡിലാണ്. വീട് വാടകയ്ക്ക് എടുത്ത സമയത്ത് ഉടമകൾക്ക് നൽകിയ വിവരങ്ങളെല്ലാം തെറ്റാണെന്നും പോലീസ് കണ്ടെത്തി. 2 വർഷം മുൻപ് ഫുട്ബോൾ ടീം ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ബാലുശ്ശേരി സ്വദേശിക്കാണ് ഈ അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് നൽകിയത്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നറിയില്ലെന്ന് അപ്പാർട്ട്മെന്റ് ഉടമകളിൽ ഒരാൾ വ്യക്തമാക്കി. അവർക്ക് 11 മാസം ഞങ്ങൾക്ക് സ്വീകാര്യമായിരുന്നു. ബാക്കിയുള്ള ടേംസും കണ്ടീഷൻസ് എല്ലാം ഞങ്ങൾ അഗ്രിമെൻറ്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം സ്വീകാര്യമായിരുന്നു. അപ്പം അത് പ്രകാരമാണ് അവർക്ക് കൊടുത്തത്. അപ്പം ബാലുശ്ശേരി ആയതുകൊണ്ട് വൈഫിന് ഇവിടെ താമസിക്കാൻ അപ്പാർട്ട്മെൻറ്റ് നല്ല രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ്. അതുകൊണ്ട് വൈഫിന് ഇത് താല്പര്യമായിട്ട് വൈഫിന് ഇവിടെ താമസിക്കും. ഇങ്ങേര് വന്ന് പോയിക്കൊണ്ടിരിക്കും. കാരണം ഫുട്ബോൾ ടീമിൽ പോകുന്നതിനനുസരിച്ച് പോയും വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് കൊടുത്തത്. മാസങ്ങൾക്ക് മുൻപ് ചില അയൽക്കാർ ഇവിടെ എത്തുന്നവരെ കുറിച്ച് സംശയം അറിയിച്ചപ്പോൾ അന്വേഷിച്ചിരുന്നു. എന്നാൽ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ബന്ധുക്കളെ കാണാനാണ് ആളുകൾ എത്തുന്നതെന്നാണ് വീട് വാടകയ്ക്കെടുത്തവർ പറഞ്ഞിരുന്നത്. ചിലർ പരാതി ഉന്നയിച്ചതിനെ തുടർന്ന് ഫ്ളാറ്റ് പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.